കടലോളം മുങ്ങിത്താഴും കൊച്ചി കായലിൻ മടിമേലെ ഒളിമങ്ങാതിങ്ങനെ നിൽപ്പൂ മുസിരീസിൻ വെട്ടം. നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ മുസിരിസിൽ പണിക്കൂലി ഒരു തടസ്സമാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല കിടിലൻ പ്രിയോണ്ട് ജ്വല്ലറി മുസിരിസ് ഗോൾഡിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാം. കലർപ്പില്ലാത്ത സ്വർണം, അതല്ലേ ഏറ്റവും നല്ല കരുതൽ. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കേരളത്തിന്റെ നമ്പർ 1 പ്രിയോൺ ജ്വല്ലറി മുസിരിസ് ഗോൾഡ്. അണിയൂ അനശ്വരമായ കഥകൾ. CPIM നേതൃത്വത്തിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ 3ാമത് അനുസ്മരണ ദിനം നടത്തി. CPIM PB അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ 3ാമത് അനുസ്മരണ ദിനം CPIM നസ്രത്ത് ലോക്കൽ കമ്മിറ്റി കുടുംബാംഗം കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റി ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ സഖാവ് ബെനഡിക്ട് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. BJP എന്നുള്ള രീതിയിൽ ചേർക്കുന്നതുകൊണ്ട് അന്ന് അവർ ഉപയോഗിച്ച വാക്ക് ഗുണ്ടാത്തലവനാണ് കോടിയേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ VS ഗവൺമെന്റിന്റെ കൂട്ടത്തിൽ ആഭ്യന്തരമന്ത്രി വകുപ്പായിരുന്നപ്പോൾ എല്ലാ ജനങ്ങളും ആർത്തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം കണ്ട ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളാണ് കോടിയേരി എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലും ഏറ്റവും വർഗീയ വിഷവിത്ത് വിൽക്കുന്ന RSSഉം വിശ്വ പരിഷത്തും ശ്രീരാമസേനയും ഉൾപ്പെടെയുള്ളവർ ഒരു കാര്യം പറഞ്ഞു, ഏറ്റവും നല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കോടിയേരി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ ജീവിതം ഉടലെടുത്തോളം കാലം പോരാട്ടം തുടരും. വീണ്ടും കോടിയേരിയുടെ അവസാന നാളുകളിൽ അവസാന വാക്കിങ്ങനെ പറയുന്നു, മരണപ്പെട്ടാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിക്കും, അത് കമ്മ്യൂണിസ്റ്റിന്റെ നന്മയാണ് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഏറ്റവും നല്ല സൗമ്യൻ, ഒരാളോടും വൈകാരികമായി നമ്മൾ പത്രസമ്മേളനം. CPIM നസ്രത്ത് ലോക്കൽ സെക്രട്ടറി സഖാവ് NJ അലോഷിയുടെ അധ്യക്ഷതയിൽ കൊച്ചി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് PJ ദാസൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് AC അലോഷി സ്വാഗതവും പാണ്ടിക്കുടി ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ലിൻസൺ നന്ദിയും അർപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 60,004 പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി വന്ന് ഏതാണ്ട് 394 പേർക്കുള്ള ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് തുരുത്തി ഫ്ലാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷമുണ്ടായ കാര്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വരുന്നു. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽത്തെക്കോടത്ത റോഡ്, അതും കട്ട വിരിച്ച് തോടുകളെല്ലാം കാണയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അത് 70 ലക്ഷം രൂപ പാസ്സാക്കി അത് വന്നിട്ടുണ്ട്. അവിടെ ഒരു റോഡിന് തടസ്സം ഉണ്ടായിരുന്നു. ഒരു സെൻറ്റ് സ്ഥലമുള്ള ഒരു വീട്ടുകാർ കൊടുക്കാതെ വെച്ചതിനെ തുടർന്ന് ഇപ്പം അതിനും പരിഹാരം ഉണ്ടാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.